ഒരു സൈഡ് 12 കിലോമീറ്റർ വെച്ച് 24 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് പഠിച്ചത്. പഠിക്കാൻ വലിയ ബുദ്ധിയൊന്നുമില്ല. എന്നാലും ഞാൻ ടീച്ചറിനെ വിളിക്കും, ടീച്ചറെ ഒന്നുകൂടെ പറഞ്ഞു തരുമെന്ന് ചോദിക്കും. റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൾ കരഞ്ഞിട്ട് എന്നെ വിളിച്ചു, ഏഞ്ചലെ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, കൊമേഴ്സിലെ ടീച്ചറെ വിളിച്ചു പറഞ്ഞു, ഏഞ്ചലെ ഫ്ലെക്സ് അടിക്കാൻ നേരത്ത് ആ രണ്ടാമത്തെ നിരയിൽ ഒന്നാമത് ഏഞ്ചലിന്റെ ഫോട്ടോ വെക്കാൻ പറ്റിയിരുന്നു. എളുപ്പത്തിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു 9 മണി സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഷോ കാണാം. എന്ന് വെച്ചാൽ വണ്ടി മുന്നേ ഏതാ പിന്നെ ഏതാന്നൊന്നും നോക്കത്തില്ല, ഒറ്റ തിരിയ. അപ്പോൾ അവിടെ ഉള്ളൊരു ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ആ ഫ്ലെക്സിലിരിക്കുന്ന രണ്ടാമത്തെ നിരയിലെ ഒന്നാമത്തെ കൊച്ചിനെയാണ്. അപ്പോൾ ആരാ? ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇതിലേക്കൂടെ സൈക്കിൾ ഓടിപ്പോയി. ദൈവം എനിക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ മാതാപിതാക്കളുടെ ഡിഗ്രിയോ എൻ്റെ ഡിഗ്രിയോ ഒന്നുമല്ല, 94% 1200 1128 മാർക്ക് വാങ്ങിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ പറഞ്ഞത് ഞാൻ ഭയങ്കര സംഭവം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാം നടക്കുമെന്നല്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. ആ ഓരോ ടൈമിൽ സൈക്കിൾ എടുക്കുന്നു, ദൈവമേ പാസ്സാവണേ, ദൈവമേ പാസ്സാവണം, ഒരു വാക്ക് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന അനുഗ്രഹങ്ങൾക്കൊന്നും കണക്കില്ല. ദൈവം നടത്തിയതിന് നന്ദി. ഇത്ര നേരം നിങ്ങൾ എന്നെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പിന്മാറരുത്. ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും ദൈവത്തെ നിങ്ങൾ കൈവിടരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി വാങ്ങുന്നത് ഏത് സമയത്തൊക്കെയാണ് തുറക്കാൻ അവൻ മതിയായവനാണ്.